അത് മനുഷ്യന്മാർക്കുള്ള മോൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതമൊക്കെ. അപ്പോൾ കഴിച്ച് നമ്മൾ നോക്കാൻ പോണത് ടൈപ്സ് ഓഫ് ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ്. ഓക്കെ, നമ്മളെ വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മളെ കേരളത്തിലെ ടൈപ്സ് ഓഫ് ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സിങ്. ചില ആൾക്കാർ എയറിൽ പോയി ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നു, ചില ആൾക്കാർ കടലിൻ്റെ അടിയിൽ പോയി ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നു. യെസ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഓഫ് അൺബോക്സിങ് ഓഫ് യൂട്യൂബ് ഗോൾഡ് പ്ലേ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഒരു കിടക്കാച്ച വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് മാക്സിമം ലൈക്ക് അടിച്ചു. ഓക്കെ, ട്രിവാൻഡ്രത്തെ കോവളത്തുള്ള ബോൺ സഫാരി ടീമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. അപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടത് കേരളത്തിലെ കടലിനടിയിൽ ഏറ്റവും അടിയിൽ വെച്ച് ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് നമ്മുടെ ഷെമീസ് കിച്ചൻ്റെ വീഡിയോ ആണ്. ഓക്കെ, പക്ഷേ ഇതിനുപരി നമ്മളെ എയറിൽ വെച്ച്, അതായത് 8,000-8,000 കിലോമീറ്റർ അത്രയും, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും ദൂരെ വെച്ച് നമ്മളെ യൂട്യൂബിൻ്റെ സ്വന്തം ഗോൾഡ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത ദ വൺ ആൻഡ് ഓൺലി വ്ളോഗറിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൈസ്, അദ്ദേഹത്തിനുപരി കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറും ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ AI പോലെ ചിലപ്പോൾ ഒരു യൂട്യൂബറിന് 33 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, ചിലപ്പോൾ അയാൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞവർക്കെതിരെ കേസ് വരെ കൊടുത്തേക്കും. പക്ഷേ ഇതേപോലത്തെ ഒരു വ്ളോഗർ അത് കേരളത്തിൽ വൺ ആൻഡ് ഓൺലി ഇപ്പോൾ കാണാൻ പറ്റുന്ന വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം ഡേ ടു ഡ്രീം എന്ന വ്യക്തി, ഡേ ടു ഡ്രീം എന്ന ആ ഒരു വാക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് എവിടെയൊക്കെ ചരിത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും മികച്ച യൂട്യൂബറാണ് കേരളത്തിൽ. അതിനുപരി മിസ്റ്റർ ബീസിൻ്റെ എക്സാക്റ്റ്ലി മിസ്റ്റർ ബീസാണ് നമുക്ക് കണ്ടിരുന്ന മിസ്റ്റർ ബീസാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലെ വീഡിയോസ് ഇടുന്ന ഒരു യൂട്യൂബറുണ്ട്, ദ വൺ ആൻഡ് ഓൺലി കണ്ടമൻസിലോ. ഓക്കെ, അപ്പോൾ അരുണളിയനാണ് ആദ്യം ചാടാൻ പോണത്. ഹാർനസ് ഒക്കെ നിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നീ അല്ലേ മറ്റേ 42 360 അടിച്ച് വേൾഡ് റെക്കോർഡ് ഇടാൻ പോണം. ഇതിൽ കാണാൻ പറ്റൂല, എടാ അരുണേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പോയിട്ട് വേണ്ടായിരുന്നേ. ഓടിക്കോ 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 ഓടിക്കോ. അരുണ് പോയടാ, ദോണ്ട പോരടാ ഗൈസ്, ദോണ്ട പോണ ഗൈസ്. അരുണളി അഖിലേഷ് പറന്നടിക്കിട്ട് വേടാ. അഖിലേഷ് ഫുള്ളോട്ട് കൊണ്ട് ഗൈസ്. എനിക്ക് മാത്രമുള്ള ഗൈസ് ഇവിടെ പേടി ഇതായിട്ട് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞോളൂ. കൊച്ചിലെ മുതലേ ഹൈറ്റിന്റെ അടുത്ത് ഭയങ്കര പേടിയാണ്. ഇല്ല, സ്നഗ്ഗി എടുത്തില്ല. അഖിലേഷ് ദോ പോണ് ഗൈസ്, താന്ന് പോണില്ല, ഇവന്ത് പൊങ്ങാത്തത്. എന്റെ ആളിയാ. ഓക്കെ, ശരി, ഞാനിവിടെ ബാക്കിയുള്ളൂ. പേടിച്ച് മനുഷ്യന്റെ അന്തരാത്മാവ് വരെ പുറത്തു വരാറായി. എനിക്ക് തോന്നുന്നു പാരാഗ്ലൈഡിങ്ങിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പാരാഗ്ലൈഡിങ് ചെയ്ത് ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോണത്. पीछे को मूव कर. यस, ओके. और ചില്ലറ ഉയരമല്ലോ കേട്ടോ. 8,000 ഫീറ്റ് മുകളിലാണ് കേസ് നമ്മളിപ്പോൾ. ചില സമയത്ത് ചിലർ ചോദിക്കേ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ ചത്തു കഴിഞ്ഞാൽ. Love you guys. Damn.
മതി, ഇനി നമുക്ക് അച്ചീവ് ചെയ്യാണ്ട് ഗൈസ്. ഐ ലവ് യു ഓൾ സോ മച്ച്. ഐ ലവ് യു ഗൈസ്. ഈ നിമിഷം ലോകത്തിന്റെ മേളിലൂടെ ഇങ്ങനെ പറന്ന് കളിക്കുമ്പോ എന്തോ ഹാപ്പിയാണ്. I feel like the happiest freaking man in the world. എന്റെ അമ്മേ, ലോകത്തിലെ ആദ്യത്തെ ഗോൾഡൻ പ്ലേ ബട്ടൺ ആകാശത്തുള്ള അൺബോക്സിംഗ് കാർത്തിക് സൂര്യ വ്ളോഗ്സിൽ നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മലയാളി ആകാശത്ത് വെച്ച് ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തേക്കാണ്. അളിയായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മക്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഗൈസ് ഒന്നും പറയാനില്ല, നമ്മുടെ ഒത്തിരി കാലത്തെ കഷ്ടപ്പാടാണ് ഇപ്പൊ ഇവിടെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നത് ഞാൻ ഹാപ്പിയായി. നമ്മുടെ 4 വർഷത്തെ യാത്ര ഇനി ഇവിടെ തുടരേയുള്ളൂ. ഇനി നമ്മൾ താഴോട്ടിൽ ഇനി മേളിലോട്ട് മാത്രം. ഇനിയും 1000 ഡ്രീംസ് നമുക്ക് അച്ചീവ് വേണ്ടില്ലേ അറിയാ അടി ഹൈപ്പ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഈ കാര്യം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കോ. ഗൈസ്, ആകാശത്ത് വെച്ച് ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത കാർത്തി സൂര്യയും കടലിന്റെ ഏറ്റവും ആഴങ്ങളിൽ പോയി ഗോൾഡൻ പ്ലേ ബട്ടൺ യൂട്യൂബിന്റെ സ്വന്തം ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത ഷെമീസ് കിച്ചൻ പറഞ്ഞ ഒറ്റ വാക്കാണ്, ഇത് ജീവിതത്തിൽ ഒരു വട്ടം ഒരാളും എക്സ്പീരിയൻസ് ചെയ്യേണ്ട മഹത്തൊരു കർത്തവ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഗോൾഡ് യൂട്യൂബിൻ്റെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അത് ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. നമുക്ക് ഷോക്കേസിൽ നമുക്ക് എത്ര അവാർഡ് വേണമെങ്കിലും നമുക്ക് ഒരു അവാർഡ് കടയിൽ പോയി നമ്മൾ പേരെഴുതി നമുക്ക് ഷോക്കേസിൽ നടക്കാൻ പറ്റും. പക്ഷേ യൂട്യൂബിൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അതങ്ങ് അമേരിക്കയിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതൊരിക്കലും നമുക്ക് അത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് പൊളിച്ച് വലിച്ചെറിഞ്ഞ രീതിയിൽ അൺബോക്സ് ചെയ്യാം ഒരു യൂട്യൂബറെ കൊണ്ട് സാധിക്കില്ല. അത് മാക്സിമം തൻ്റെ വ്യൂവേഴ്സിനെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ 2 യൂട്യൂബേഴ്സും കേരളത്തിലെ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറായ കാർത്തി സൂര്യ, ബെസ്റ്റ് കുക്കിംഗ് ബ്ലോഗറായ ഷെമീസ് കിച്ചൺ ചെയ്തൊക്കെ. അപ്പോൾ കാർത്തി സൂര്യ ഇതിന് ഇനി ഒരുപാട് പേരില്ലെങ്കിൽ എത്തട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിച്ചാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം ഗൈസ്. ബൈ. ലൈക്ക് അടിച്ചോ ഓക്കെ. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്ക്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൈ.